ഹലോ ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ? ഇവിടെയും എല്ലാം നന്നായിട്ട് പോകുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ ഡൽഹിയിലുള്ള സദർ മാർക്കറ്റിലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഹോളിയുടെ പ്രിപ്പറേഷൻസ് ഒക്കെ സ്റ്റാർട്ടായിട്ടുണ്ട്. അപ്പോൾ ഇവർക്കിങ്ങനെ എന്ത് ആഘോഷമാണ് കിട്ടുക എന്ന് കാത്തിരിക്കുന്ന ആൾക്കാരാണല്ലോ പൊതുവെ ഇവിടെ ഉള്ളവർ. അപ്പോൾ അവർക്ക് ഏറ്റവും വലിയൊരു സെലിബ്രേഷനാണ് ഈ ഹോളി എന്ന് പറയുന്നത്. അപ്പോൾ ഹോളിയുടേതായിട്ടുള്ള 1000 സാധനങ്ങൾ ഇവിടെ ഇങ്ങനെ പല ടൈപ്പിലുള്ളതുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഒരു 2018 യു പിയിലുണ്ടായിരുന്ന സമയത്ത് ഇതുപോലെ ഈ ഹോളിയൊക്കെ നന്നായിട്ട് ആഘോഷിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അന്ന് മോളില്ലായിരുന്നു. അപ്പോൾ അവളുടെ ഒഫീഷ്യലായിട്ടുള്ള ആദ്യത്തെ ഹോളി സെലിബ്രേഷനാണ് ഇത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് നമുക്ക് കുറച്ച് കൂടുതൽ സ്പെഷ്യലാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ പല പല സാധനങ്ങൾ ഇങ്ങനെ കണ്ടുപോകുന്നതിൻ്റെ ഇടയിൽ നമുക്ക് മനസ്സിലാവുന്ന കുറേ സ്പ്രേസും കാര്യങ്ങളും, നമ്മുടെ നോർമൽ കളർ പൊടികളും മിനുക്കമുള്ള കളർ പൊടികളും സ്പ്രേ ബോട്ടിൽസും മറ്റേ വാട്ടർ ഗണ്ണുണ്ടല്ലോ, അങ്ങനത്തെ സാധനങ്ങളും അതൊക്കെ കണ്ടു. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഈ ഹോളിയുടെ മാർക്കറ്റിൽ പുതിയതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്ത വേറെ കുറേ പുതിയ പുതിയ സാധനങ്ങളും കണ്ടിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഹസ്ബൻഡ് എന്താണെന്നൊക്കെ അവരോട് ചോദിക്കുകയും വാങ്ങിക്കുകയൊക്കെ ചെയ്തു. അപ്പം അവർ പറയുന്നത് ഇത് ഈ വർഷം ഇറങ്ങിയതാണ് ഭയ്യ, ലേറ്റസ്റ്റ് അഡീഷനാണ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് നമ്മളെ കാണിച്ചതും നമ്മൾ വാങ്ങിച്ചതും. അപ്പം സദറിൽ പൊതുവേ നമുക്ക് എല്ലാ സാധനങ്ങളും അത്യാവശ്യമായിട്ടുള്ള റേറ്റിലും കാര്യങ്ങളും കിട്ടുന്നൊരു മാർക്കറ്റാണ്. അപ്പോൾ ഇവിടെ കൂടുതലും ഇന്നിപ്പോൾ ഹോളിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ടോയ്സും കാര്യങ്ങളും ഒക്കെയാണ് കേട്ടോ. അപ്പോൾ ഈ ടോയ്സും അല്ലാതെ ഈ നമ്മൾ കളിക്കുന്ന കളറിൻ്റെ സംഭവങ്ങളും ഒന്നും അല്ല. അതുമാത്രമല്ല, നമ്മൾ ഈ നോർമലി അടുക്കളയിൽ ഈ ഹോളി പ്രമാണിച്ചുണ്ടാക്കുന്ന സ്വീറ്റ്സിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ വരെ ഇവിടെ എവർ റെഡിയാണ്. അപ്പോഴത്തേക്കും ഇതാണ് പുതിയ പുതിയ കുറേ അഡീഷണൽ സാധനങ്ങൾ കാണിച്ചു തന്നത്. അപ്പോൾ ഇതൊക്കെ നമ്മൾ ഈ ബർത്ത്ഡേസിനൊക്കെ ഉപയോഗിക്കുന്ന പോലത്തെ പോപ്പപ്സും അങ്ങനത്തെ കുറേ സാധനങ്ങളുണ്ട്. എല്ലാം കളറ് ആണ് അകത്ത് എന്നുള്ളതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ പതുക്കെ കണ്ടിങ്ങനെ നടക്കുകയാണ്. അപ്പോൾ ഈ ഹോളിയുടെ കാര്യം പറയുകയാണെങ്കിൽ നമ്മൾ യു പിയിലുണ്ടായിരുന്ന സമയത്തുള്ളൊരു ഹോളിയുടെ സെലിബ്രേഷൻ എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ വളരെ ഗ്രാമീണത്വമുള്ളൊരു സെലിബ്രേഷനായിരുന്നു. പക്ഷേ ഇവിടെ എന്ന് പറഞ്ഞാൽ ഈ പല നാടുകളിൽ നിന്ന് വന്ന് താമസിക്കുന്നവരാണല്ലോ കൂടുതൽ. അപ്പം ഇവിടെ ഒരു മിക്സഡ് ആയിട്ടുള്ള സെലിബ്രേഷൻസ്. ഇപ്പോൾ ഒരു സംസ്കാരം മാത്രമല്ല, വളരെ വിവിധ ഇനം കൾച്ചർ ഇങ്ങനെ മിക്സ് ആയിട്ടുള്ള സെലിബ്രേഷൻസും കാര്യങ്ങളും ഒക്കെയാണ് നമുക്ക് കുറച്ചുകൂടെ കാണാൻ പറ്റുന്നത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരുക്കങ്ങളും ഭയങ്കര ഡിഫറെൻ്റ് ആണ്. ഇപ്പോൾ ഒരു നാട്ടിൽ ഇതിൻ്റെ ഒരു രീതി വേറെ ആയിരിക്കും, ഇവിടെ വേറൊരു രീതിയായിരിക്കും. ഇനി വേറൊരു നാട്ടിൽ നിന്ന് വന്ന് ഇവിടെ കുടിയേറി താമസിക്കുന്ന, ഞാൻ പറഞ്ഞില്ല, ഒരുപാട് നാട്ടുകാരുള്ളത് കൊണ്ട് തന്നെ വളരെ മിക്സഡ് ആയിട്ടുള്ള കൾച്ചറും മിക്സഡ് ആയിട്ടുള്ള സെലിബ്രേഷനുമാണ് നമുക്ക് ഇവിടെ ഒബ്സർവ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ഈ ഹോളിയുടെ സംഭവങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഈ വെള്ള കളർ ഡ്രസ്സുകൾ വളരെ ഏറ്റവും ഈ പറഞ്ഞ പോലെ നമുക്ക് ഒരു തവണ ഉപയോഗിച്ച് കളയാനൊക്കെ പറ്റുന്ന ക്വാളിറ്റിയിലും അത്രയ്ക്ക് തന്നെയുള്ള വിലയിലുമൊക്കെ ഇവിടെ വിറ്റഴിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ അവർക്ക് ഭയങ്കര ആഘോഷമാണ്. ഇതുപോലത്തെ പുതിയ പുതിയ കുറേ സാധനങ്ങൾ. അപ്പോൾ ആ പയ്യന്മാരിങ്ങനെ പറയുന്നുണ്ടായിരുന്നു ഇതിങ്ങനെ ചെയ്യാം അങ്ങനെ ചെയ്യാം. അപ്പം നമുക്ക് മനസ്സിലാവുന്നത് നമ്മൾ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുമെന്നുള്ളത് നമ്മൾ പർച്ചേസ് ചെയ്തു. അല്ലാത്ത സാധനങ്ങളൊക്കെ നമ്മൾ വെറുതെ നോക്കിയിട്ടൊക്കെ വന്നതാണ്. അപ്പോൾ ഈ ഹോളിയുടെ കാര്യം പറയുകയാണെങ്കിൽ ഇതൊരു വിളവെടുപ്പിൻ്റെ ഉത്സവവും കൂടി ഇവർക്ക് ഈ ഉത്സവങ്ങളുടെയൊക്കെ തുടക്കമാണ് ഹോളി എന്ന് പറയുന്നത്. അപ്പം വിളവെടുപ്പിൻ്റെതായതുകൊണ്ട് തന്നെ ഈ ഗോതമ്പ്, കരിമ്പ് അങ്ങനത്തെ കുറേ സാധനങ്ങളൊക്കെ മാർക്കറ്റിൽ ഭയങ്കരമായിട്ട് അവർ ഈ ഒരു തുടക്കമാണല്ലോ. അപ്പോൾ അതിങ്ങനെ കുറേ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതേ അച്ഛനും മോളും കൂടെ അതിൻ്റെ ഇടയിൽ ഒരു മാസ്ക് ഒക്കെ ഇട്ടിങ്ങനെ റോഡിൽ കൂടെ നടക്കുന്നുണ്ടായിരുന്നു. ഞാനിങ്ങനെ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ എന്നുള്ള മറ്റുള്ള വീഡിയോ ഒക്കെ എടുത്തിട്ട് പതുക്കെ അങ്ങോട്ട് നടന്നു കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഇവരുടെ സ്ഥിരം പരിപാടിയാണ്. അപ്പം ഈ സദറിലെ ഒരു ഹോളിയുടെ മാർക്കറ്റിൻ്റെ വിശേഷങ്ങൾ ഇങ്ങനെ കണ്ടുകൊണ്ട് നടക്കുന്നതിൻ്റെ ഇടയിൽ തന്നെ ഇവിടെ ഇങ്ങനെ ഞാൻ പറഞ്ഞില്ലേ, ഓരോ ദിവസം നമുക്ക് ഇട്ട് പോകാൻ കഴിയുന്ന തുണികളും കാര്യങ്ങളും ഒക്കെ. അപ്പോൾ അത് അത്ര ക്വാളിറ്റി ഉള്ളെങ്കിൽ പോലും നമുക്കൊരു യൂസ് ആൻഡ് ത്രോ ഇതിൽ വാങ്ങിക്കാം. കാരണം അത്ര റേറ്റേ ഉള്ളൂ. അപ്പം നമുക്ക് സ്വാഭാവികമായിട്ടും വാങ്ങിക്കണം, ആവശ്യമുള്ളവർ വാങ്ങിക്കുക തന്നെ ചെയ്യും. അപ്പോൾ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. അപ്പം നല്ല ഈ ഒരു ടൈമായി വരുന്നതിൻ്റേതായിട്ടുള്ള തിരക്കുകൾ. പിന്നെ ഈ കളറുകളെ സംബന്ധിച്ച് പറയുകയാണെങ്കിലും ഇവർക്ക് ഓരോ കളറ് ഓരോന്നിനെയാണ് സിംബലൈസ് ചെയ്യുന്നത് കേട്ടോ. ഇപ്പോൾ അത് ഈ ഗോതമ്പിൻ്റെ ഇത് കണ്ടോ, ഈ ഒരു വിളവെടുപ്പിൻ്റെ ഒരു ഇതിനെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഗോതമ്പ് കേട്ടോ. അപ്പം നമ്മുടെയൊക്കെ നാട്ടിൽ ഈ ഒരു ഉത്സവമൊക്കെ ഇതാകുമ്പോൾ ഈ വിളവെടുപ്പിൻ്റെ സമയത്ത് ഇങ്ങനെ നമ്മൾ വാതിലിലൊക്കെ കെട്ടിയിടുന്നൊരു സംഭവം ഉണ്ടല്ലോ, ആ ഒരു സെയിം പർപ്പസാണ് ഇതിനും ഇവിടെ ഉള്ളത്. പിന്നെ ഇത് ചാണകവറളിയാണ്. ഈ ചാണകവറളി എന്തിനാണെന്ന് ചോദിച്ചാൽ നമുക്ക് മാർച്ച് 13 ഹോളിക ദഹനം എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. അതായത് ചോട്ടി ഹോളി എന്നാണ് പറയണത്. അപ്പോൾ അതെന്ന് വെച്ചാൽ നമുക്ക് ഈ എല്ലാം ഇങ്ങനെ ചാണകവറളിയും നമ്മുടെ ചുള്ളിക്കമ്പും അങ്ങനത്തെ കുറേ സാധനങ്ങളൊക്കെ ഇട്ട് ഇവർ കത്തിക്കുന്നതിൻ്റെ ഒരു കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ തിന്മയെ മുഴുവൻ അവർ കത്തിച്ച് പുതിയ ഒരു പ്രഭാതം അല്ലെങ്കിൽ പുതിയൊരു പുലരിയെ വരവേൽക്കുക അല്ലെങ്കിൽ പുതിയൊരു തുടക്കം അവർ ഇതാക്കുന്നു എന്നുള്ളൊരു പ്രതീക്ഷയാണ് അങ്ങനെ ഒരു കത്തിച്ചിട്ട് ചെയ്യുന്നത്. അപ്പം
നമ്മൾ ഈ തിരുവനന്തപുരം കൊല്ലം ഭാഗത്തൊക്കെ, അങ്ങോട്ടേക്ക് എന്ന് എനിക്കറിയില്ല, തിരുവനന്തപുരം കൊല്ലം ഭാഗത്തൊക്കെ നമുക്ക് നല്ലപോലെ ഈ ഒരു കർക്കിടകം കഴിയുമ്പോൾ ഈ വേസ്റ്റുകളെല്ലാം കത്തിച്ച്, ചിങ്ങത്തിന് മുമ്പായിട്ട് നമ്മൾ ഈ വേസ്റ്റുകളെല്ലാം കത്തിച്ച് തീയിടുന്നൊരു പരിപാടിയുണ്ട്. അപ്പോൾ ആ ഒരു സംഭവത്തിൻ്റെ കൂട്ട് തന്നെയാണ് ഈ ഹോളികാ ദഹനം. ഇവിടെ എല്ലാം നമ്മൾ വേസ്റ്റുകളും നമ്മുടെ ആ ഒരു മനസ്സിലെ ഇമ്പ്യൂരിറ്റീസും നമ്മുടെ ദുഃഖങ്ങളും എല്ലാം കത്തിക്കുന്നു എന്നുള്ളൊരു വിശ്വാസമാണ് ഈ ഹോളികാ ദഹൻ കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ചാണകവറളിയും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ കളറുകളുടെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ നീല കളർ എന്ന് പറയുന്നത് നമ്മുടെ കൃഷ്ണന് വേണ്ടിയിട്ടുള്ള കളറാണ്. ചുവപ്പെന്ന് പറഞ്ഞാൽ ഒബ്വിയസ്ലി അത് സ്നേഹമാണ്. പച്ച എന്ന് പറയുന്നത് പുതിയ തുടക്കങ്ങളാണ്. അപ്പോൾ ഈ മൂന്നാണ് നമ്മുടെ ബേസിക് കളേഴ്സ് എന്ന് പറയുന്നത് ഹോളിയുടെ. അപ്പോൾ അതിൻ്റെ ഉദ്ദേശം ഇപ്പം എന്താ പറയുക, കളറുകളുടെ ആഘോഷമാണല്ലോ, സെലിബ്രേഷൻ ഓഫ് കളേഴ്സാണ്. അപ്പം ഈ വിളവെടുപ്പും സെലിബ്രേഷൻ ഓഫ് കളേഴ്സും സ്നേഹവും എന്താ പറയുക സന്തോഷവും സമാധാനവും ഇങ്ങനെ എല്ലാത്തിൻ്റെ ഒരു പുതിയ തുടക്കമാണ് ഇവർക്ക് ഹോളി എന്ന് പറയുന്നത് കേട്ടോ. നമ്മുടെ ചിങ്ങം ഒരു എന്താ പറയുക, നമ്മൾ പറയില്ലേ ഒരു പ്രതീക്ഷയുടെ പൊൻപുലരി എന്നൊക്കെ പറയുന്ന സെയിം സാധനം. പിന്നെ വേറൊരു രീതിയാണെന്നേ ഉള്ളൂ കേട്ടോ. അപ്പം മെയിനായിട്ട് ഇപ്പോൾ ഇതിൻ്റെ നമുക്ക് പരമായിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ പ്രഹ്ലാദൻ എന്ന് പറയുന്ന പുരാണ കഥാപാത്രം, പുള്ളിക്കാരൻ്റെ അച്ഛൻ പുള്ളിയെ കൊല്ലാനായിട്ട് ഇങ്ങനെ പല ശ്രമങ്ങൾ നടത്തിയിട്ടും അവസാനം ഭഗവാന്റെ സഹായത്തോടു കൂടി പ്രഹ്ലാദൻ ജയിക്കുന്നു. അപ്പം നമ്മൾ എത്ര ഇതാക്കിയാലും ഭഗവാൻ ഈ ഒരു തിന്മയൊക്കെ അകറ്റി നന്മയിലേക്ക് കൊണ്ടുവരും എന്നുള്ളൊരു വിശ്വാസമാണ് ഹോളി കൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ സദറിലെ പർച്ചേസൊക്കെ കഴിഞ്ഞ് പതുക്കെ നമ്മുടെ ബുധൻ മാർക്കറ്റിലോട്ട് വന്നു, പാലത്തിലുള്ള. അപ്പോൾ ഇവിടെയും കുറച്ച് നമുക്ക് വേറെ കുറേ വെറൈറ്റി സാധനങ്ങളും കൂടെ നോക്കാമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഇങ്ങോട്ടേക്ക് വന്നത്. ഇങ്ങോട്ട് വന്നപ്പോഴും ഇതുപോലെ വേറെ കുറേ സാധനങ്ങൾ വന്നിട്ടുണ്ട്. ഇപ്പോൾ ഹോളി എന്ന് പറഞ്ഞാൽ നമുക്ക് ഹോളിയുടെ സാധനങ്ങൾ മാത്രമായിട്ട് അതിനെ കുറയ്ക്കാൻ പറ്റില്ല. അല്ലാതെയും ഈ പറഞ്ഞ പോലെ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, എപ്പോഴും ഈ മാർക്കറ്റിൽ ഒരു ദിവസം വരുമ്പോൾ വേറൊരു നമുക്ക് ഓരോ തവണ വരുമ്പോഴും ഓരോരോ കാര്യങ്ങൾ കാണും. അപ്പോൾ അങ്ങനെ വേറെ കുറേ കാര്യങ്ങൾ കണ്ടു നമ്മളിങ്ങനെ അത് നോക്കി നടക്കുകയാണ്. അപ്പോൾ അതിൻ്റെ കൂടെ നിങ്ങളെയും കാണിക്കുകയാണ് കേട്ടോ. അപ്പോഴത്തേക്കും ഇങ്ങനെ നടന്ന് പോകുമ്പോൾ നല്ല സ്വീറ്റ്സും കാര്യങ്ങളൊക്കെ വിൽക്കുന്ന കുറേ കടകളും കാര്യങ്ങളൊക്കെ കണ്ടിരുന്നു. അപ്പോൾ അതും ഈ പറഞ്ഞ പോലെ ഹോളിയുമായിട്ട് ബന്ധപ്പെട്ട് ഈ പൂരൻ പോലത്തെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതെല്ലാം ഭയങ്കര എന്താ പറയുക ചൂടപ്പം പോലെയൊക്കെയാണ് ഈ സമയത്ത് വിറ്റ് പോകുന്നത്. കൂടുതൽ പേര് നോർത്ത് ഇന്ത്യൻസ് വീട്ടിൽ തന്നെയാണ് സ്വീറ്റ്സൊക്കെ ഉണ്ടാക്കുന്നത് ഈ ഹോളിയോടനുബന്ധിച്ചൊക്കെ കേട്ടോ. അപ്പോൾ ഇങ്ങനെ നല്ല തിരക്കാണ്. ഈ തുണി ഇതൊക്കെ വൈറ്റ് കളർ ഡ്രസ്സ് ഈ ഹോളിക്ക് വേണ്ടി മാത്രമായിട്ട് അവർ പർച്ചേസ് ചെയ്യുമല്ലോ, അതിന് വേണ്ടിയിട്ടുള്ള സെഷനാണ് കേട്ടോ. പിന്നെ എഗെയിൻ ചാണകവറളിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം നമ്മളിപ്പോൾ ഇവിടെ വന്നതിന് ശേഷം ഇങ്ങനെ ഏതൊരു ആഘോഷവും നമ്മളും ഇവരിൽ ഒരാളായിട്ട് ആഘോഷിക്കാറുണ്ട്. അപ്പോൾ ഇതുപോലെ തന്നെ ഹോളിയും ഞാൻ ആക്ച്വലി വെയിറ്റിംഗ് ആയിരുന്നു. ഞാൻ പറഞ്ഞില്ലേ മോളുടെയും ഒരു ആദ്യത്തെ ഹോളി സെലിബ്രേഷനാണ്. അപ്പോൾ അത് നല്ലപോലെ ആഘോഷിക്കണം എന്ന് തന്നെയാണ് മനസ്സിൽ കേട്ടോ. അപ്പോൾ എന്തായാലും ഹോളിയുടെ സെലിബ്രേഷൻ്റെ വീഡിയോ ഉറപ്പായിട്ടും ഞാൻ അപ്ലോഡ് ചെയ്യും. അപ്പോൾ എന്തൊക്കെ നിങ്ങളിവിടെ ഡൽഹിയിൽ ജീവിച്ചിട്ടുണ്ടോ, ഇവിടെ ഹോളിയുടെ സെലിബ്രേഷൻസ് ഒക്കെ നിങ്ങൾക്ക് എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളതെല്ലാം കമൻറ്റ് ബോക്സിൽ പറയണം കേട്ടോ. എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ഓർമ്മകൾ അത്രയും ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും അത് ഷെയർ ചെയ്യണം. പിന്നെ ഇതുപോലത്തെ ഷോ പീസസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ നമ്മളിപ്പോൾ ഹോളി എന്ന് പറഞ്ഞ് ഹോളിയുടെ മാത്രം സാധനങ്ങളല്ല, ഒരുപാട് സാധനങ്ങളുണ്ട്. മെയിൻ ഒരു സംഭവം ഫോക്കസ് കൂടുതൽ ഹോളിയിലേക്ക് പോകുന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമ്മുടെ ഇസ്കോണിൻ്റെ ഒരു രൂപങ്ങളെയൊക്കെ കൊണ്ടിട്ടാണ് ഈ രണ്ട് പുള്ളി ഇങ്ങനെ പോകുന്നത്. അപ്പോൾ ഇതൊക്കെ ഇവിടുത്തെ നിത്യമായിട്ടുള്ള കാഴ്ചകളാണ് കേട്ടോ. അപ്പോൾ ഈ ചെരുപ്പൊക്കെ അത്യാവശ്യം 50 രൂപയ്ക്ക് 40 രൂപയ്ക്ക് കിട്ടുന്നതിൽ വെച്ചിട്ട് കുഴപ്പമില്ലാത്ത സാധനങ്ങളാട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് കേട്ടോ. പിന്നെ നിങ്ങളുടെ ഓർമ്മകളും ഡൽഹി ഓർമ്മകളും ഹോളിയുടെ കാര്യങ്ങളും വീഡിയോ ഇഷ്ടമായെന്നുള്ളതും എല്ലാം കമൻറ്റ് ബോക്സിൽ പറയുക. അപ്പോൾ ഒരുപാട് സ്നേഹം, സന്തോഷം.